ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ മാസം 35,000 രൂപ ശമ്പളം വരെ ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള വ്യാവസായിക വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSC വഴിയല്ലാതെയാണ്, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ കേരള PSC വഴിയല്ല, കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം വഴിയാണ് ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്? ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ 2 രീതിയിൽ ലഭിക്കും. അതിൽ 2 രീതി ഞാൻ പറയുന്നുണ്ട്. ആ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ അപ്ലൈ ചെയ്യേണ്ട വിധവും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൽ ആദ്യം പോയിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലഭിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് സൈഡിലുള്ള ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കരിയേഴ്സ് എന്ന് പറയുന്ന ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഏതൊരു വെബ്സൈറ്റിന്റെയും കരിയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും അതിന്റെ ജോബുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ലഭിക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എക്സ്റേ സ്ക്രീനർ ഓൺ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ ഇതിലേക്കാണ് അപേക്ഷിക്കുന്നത്. ഈ ഒരു ജോബിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ PDF ലഭിക്കുന്നതാണ്. ഈ PDF നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള എത്ര വേക്കൻസികളുണ്ട്, അതിന്റെ ശമ്പളം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PDF നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ബ്രൗസറിലോ പോയിട്ട് KPESRB എന്നടിച്ചു കഴിഞ്ഞാൽ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കാണാം. ആ വെബ്സൈറ്റിൽ ഫസ്റ്റ് കാണുന്നത് തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബ് കാണാം. അതിൽ നിങ്ങൾക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റേ സ്ക്രീനർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ നോട്ടിഫിക്കേഷൻസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് അപ്ലൈനോ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നിങ്ങൾ ഇത് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരു 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു അവസരത്തിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ജോലി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലത്തെ അപ്ഡേഷൻസ് ഡെയിലി ലഭിക്കാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.